കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ മാത്രം നിലനിൽക്കുന്ന എത്ര പദ്ധതികൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുടെ ചില സംശയങ്ങളാണ്. നരേന്ദ്രമോദിജിയുടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തുമാത്രം ബാലിശമായ, നിരുത്തരവാദമായ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ. പ്രധാനമന്ത്രിയുടെ പേരുള്ള പദ്ധതിയാണ്. ഇനി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന്റേതായ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ പറയുന്നതിനെ ഞങ്ങൾ അത്ഭുതത്തോട് കാണുന്നില്ല. പക്ഷേ മനുപ്രസാദ്, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു കല കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്ത് ചെയ്തു? ABVP വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായി പ്രകടനം നടത്തുന്നു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ABVP നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ ഞങ്ങൾ ഇനി ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും കുറെ അങ്ങോട്ട് രാഷ്ട്രീയമായി കലക്കവെള്ളം ഉണ്ടാക്കുക, അതിൽ മീൻ പിടിക്കുക എന്നുള്ളത് നടത്തുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇത്രയും വഷളാവുന്നത് പ്രശ്നങ്ങൾ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഗുണകരമായ പദ്ധതികളും വരുമ്പോൾ അതിലെല്ലാം ചർച്ച മാറ്റി ഇത്തരത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പരിശ്രമം ഇരു മുന്നണികളും നന്നായി നടത്തുന്നു എന്നുള്ളതാണ്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ABVP സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാർത്ഥി വിഷയത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ABVP ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയത്, തല്ലുകൊണ്ട് ജയിലിൽ പോയത്. സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ തീരുമാനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത്, അതിൽ അവർ രാഷ്ട്രീയം കണ്ടില്ല എന്നുള്ളതായിരിക്കാം. ഇവരൊക്കെയാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, വച്ചുപൊറുപ്പിക്കാൻ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച്, ഡെവലപ്മെന്റിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട്. അതിന്റെ ഉദാഹരണമായി അതിനെ കണ്ടാൽ മതി. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുടെ ചില സംശയങ്ങളാണ്. നരേന്ദ്രമോദിജിയുടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തുമാത്രം ബാലിശമായ, നിരുത്തരവാദമായ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ പടച്ചുവിടാനുള്ള പ്രചരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ മാത്രം നിലനിൽക്കുന്ന എത്ര പദ്ധതികൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. തട്ടിപ്പാണല്ലേ? പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ പേരിലുള്ള പദ്ധതിയല്ല, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയാണ്. ഇനി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന്റേതായ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ പറയുന്നതിനെ ഞങ്ങൾ അത്ഭുതത്തോട് കാണുന്നില്ല. പക്ഷേ ചോദ്യം കൂടി ചോദിക്കാം. ഈ കാവ്യവൽക്കരണത്തെ കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്നവർ എന്തേ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിസഭയും PM ശ്രീ പദ്ധതിക്ക് ഒപ്പുവെക്കുമ്പോൾ KC വേണുഗോപാലിന്റെ നാവൊന്ന് പൊന്താതെ പോയത്? അവിടുത്തെ കുട്ടികൾക്ക് ഇത് അവകാശങ്ങൾ കിട്ടിക്കൊട്ടെ, കേരളത്തിലെ കുട്ടികളൊന്നും ലഭ്യമാക്കണ്ട എന്ന മാനസികാവസ്ഥയുണ്ടല്ലോ. ഈ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നത് ഉടനെ തന്നെ കാണേണ്ടി വരും. ഇവിടെ നിന്ന് ഞങ്ങൾ മുൻപ് ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഞങ്ങൾ സ്കൂളുകളുടെ ലിസ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. അത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. പോയി ചത്തുടടാ. പിന്നെ വേറൊരു കാര്യം, CPI സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങളോട് പറയാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യങ്ങൾ CPM ചെയ്തു എന്നുള്ള പ്രശ്നം സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ അല്ലേ? CPIക്ക് എന്തെങ്കിലും ഒരു വില അതിനകത്ത് CPM കൊടുത്തിട്ടുള്ളതായിട്ട് സാമാന്യ ജനങ്ങൾക്ക് അറിയില്ല. BJP സർക്കാർ കൊണ്ടുവരുന്ന ജനക്ഷേമ പദ്ധതിയെ ആയതുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാണ് CPI പറയുന്നത്. അതിലൊരു എതിരഭിപ്രായം ഉള്ളത് മനുപ്രസാദ്, ഇത് ആദ്യത്തെ NEP അല്ല. മുൻപുള്ള സർക്കാരുകൾ ചെയ്യാത്ത വിധത്തിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ട മറ്റു ഫണ്ടുകളും തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ച് പ്രഷർ ചെയ്ത് അഭൂതപൂർവമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഇത് ആദ്യമായിട്ടാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പോഷൺ അഭിയാൻ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഉത്തരം പറ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഈ നാട്ടിൽ. അത് തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇനി NEP കുറിച്ച് തന്നെ പറഞ്ഞാൽ, അങ്ങ് പറയുന്നത് നോക്കിയാൽ, CPI പറയുന്നത് നോക്കിയാൽ, NEP ഓൾറെഡി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമാണ്. എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ മറ്റു തരത്തിൽ പ്രഷറൈസ് ചെയ്ത് നിങ്ങൾ ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല.
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഫണ്ട് കൊടുക്കുന്ന 60% കേന്ദ്രത്തിന്റേതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഓരോ തദ്ദേശ സർക്കാരുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പോലും രാജസ്ഥാനിൽ ഒപ്പുവെച്ചത്. അല്ല, CPIയുടെ പ്രശ്നം അതല്ല, എതിർത്ത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതു പാർട്ടികളും എല്ലാ പുരോഗമനങ്ങൾക്കും മുന്നിൽ എതിർക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക്. വട്ടുണ്ടോ? ഇത് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന, കുട്ടികൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മുടക്കുന്ന തരത്തിൽ ഇപ്പൊ നമ്മൾ ഈ തട്ടിക്കൊണ്ട് പോയിട്ട് രാംജി റാവു സ്പീക്കിംഗിലൊക്കെ കണ്ടില്ല, 25 ലക്ഷം രൂപ എന്ന കുട്ടിയെ വിട്ടുതരാം എന്ന് പറയുന്നത് മാതിരി നിങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ നിങ്ങൾക്ക് തരാനുള്ള പണം തരാം എന്ന മട്ടിൽ റാൻസം ചോദിക്കുന്ന കൊള്ളക്കാരുടെ അവസ്ഥയിലേക്ക് ഒരു യൂണിയൻ ഭരണകൂടം പെരുമാറിയാൽ എങ്ങനെയാണ് ഫെഡറലിസം നിലനിൽക്കുക? ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞാനൊരു ഒരു പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളുമുണ്ട്, എല്ലാവിധ ഗുണവുമുണ്ട്. ആ ഗുണമുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഭംഗിയായി നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതങ്ങ് തീരുമാനിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ വൈകി എന്ന ചോദ്യമല്ലേ സാക്ഷരത കേരളം ഇവിടെ ചോദിക്കേണ്ടത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇതെല്ലാം ലഭ്യമാകുന്ന ഒരു പദ്ധതി നിലനിൽക്കെ ആ പദ്ധതിക്കെല്ലാം മുഖം തിരിച്ചുകൊണ്ട് പഴയ പദ്ധതിയിൽ നിന്ന് പണം തരണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഏറ്റവും നല്ല പദ്ധതികളായതുകൊണ്ടല്ലേ എന്തിനെ എതിർക്കുന്നു എന്നുള്ളതിന് ഉത്തരമില്ല. ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ അതെല്ലാം നല്ലതാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ ഈ ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇതിപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കുഴപ്പമെന്ന് നിങ്ങളോടാണ് ചോദിച്ചത്. ഷോക്കേറ്റ് വിദ്യാർത്ഥികൾ മരണപ്പെടാത്ത സ്കൂളുകൾ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് PMC നടപ്പിലാകണമെന്ന് ആഗ്രഹമുണ്ടാകും. ഭിത്തികൾ ഇടിഞ്ഞു വീണ്ട് വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ടാക്കുന്ന കേരളത്തിലെ സ്കൂളുകൾ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചാൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ക്ലാസ് മുറികൾക്കുള്ളിൽ നിന്നും അതിലെ മാളങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് പാമ്പുകൾ കുട്ടികളെ കടിച്ചു കൊല്ലുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനും നല്ലതുണ്ടാകും. CPIയുടെയും CPMന്റെയും മറ്റൊരു കാര്യമാണ് ഇന്നുൾപ്പെടെ ശബരിമലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വിജയമല്യ കൊടുത്ത സ്വർണത്തിന്റെ കണക്കുകൾ പോലും ശബരിമല രേഖകളിൽ ഇല്ല എന്നുൾപ്പെടെയുള്ള നിരവധി രേഖകൾ പുറത്തു വന്നു. കഴിഞ്ഞ കുറേ കാലമായി ദേവസ്വം ബോർഡ് ഇരു മുന്നണികൾക്കും അപ്പുറം നിന്നുകൊണ്ട് കട്ടുമുടിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പക്ഷേ കേരളത്തിൽ ചർച്ച ഇത്തരത്തിലേക്ക് മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ച വന്നുകൊണ്ടാണ്. അപ്പോൾ ചില ചർച്ചകൾ അജണ്ടകൾ മാറ്റാൻ CPM വിളിക്കുമ്പോൾ വന്നിരിക്കുകയും CPM പിണങ്ങാൻ പറയുമ്പോൾ പിണങ്ങുകയും മിണ്ടാൻ പറയുമ്പോൾ മിണ്ടുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറം CPI നിങ്ങൾ കൂട്ടേണ്ടതില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?